എന്താ പറയുന്നത്? ജിഷാൻ മാഹി എന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഇത് റസൂലുള്ളാഹിയുടെ മുടിയല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഇവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ആ ദേഹം എല്ലാവർക്കും അറിയാലോ. അയാളെ പേര് പറയുന്നത് പോലും ഒരു മോശമായി കാണുകയാണ് ഞാൻ. ആ മനുഷ്യൻ പത്രക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, കത്തുകയില്ല എന്നത് ശരി തന്നെ, അത് ഉറപ്പ്, കത്തുകയില്ല എന്നത് ഉറപ്പ്, പക്ഷെ കത്തിക്കാൻ പാടില്ല. അപ്പൊ ഈ സാധു എന്ത് ചെയ്തു? കത്തില്ല എന്നല്ലേ അയാൾ പറഞ്ഞത്, ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അപ്പോ മൂപ്പര് ഫാത്തിഹ ഓതിയിട്ട് ഞാനത് കത്തിച്ചു നോക്കി എന്ന് പറഞ്ഞു. ഞാനത് ഫാത്തിഹ ഓതിയിട്ട് കത്തിച്ചു നോക്കി. അപ്പൊ സുന്ദരായി കത്തിപ്പോയി, പാളി കത്തി ഉസ്താദേ എന്ന് ആരോട് പറയാ? ജോയിന്റ് സെക്രട്ടറിയോട് പറയാൻ. ജോയിന്റ് സെക്രട്ടറിയോട് പറയാൻ. സെക്രട്ടറി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെയ്തു എന്ന് ഈ പണ്ഡിത സഭ എന്ന് പറയുന്ന ആ പണ്ഡിത സഭയുടെ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് അവരിനി എന്തൊക്കെ പേരായാ കിട്ടൊക്കെണ്ടല്ലോ, ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അയാള് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെയ്തു നോക്കി എന്ന് പറഞ്ഞപ്പോ അയാളുടെ അസിസ്റ്റന്റ് പറയാണ്, ജോയിന്റ് സെക്രട്ടറി പറയാണ്, അയാൾക്ക് തിരിഞ്ഞിട്ടില്ല. അയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കണില്ല. ആര് പറഞ്ഞതിനോട്? ജനറൽ സെക്രട്ടറി പറഞ്ഞതിനോട് ജോയിന്റ് സെക്രട്ടറിയായ ഞാൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പ്രയാസമുള്ള അത്ഭുതകരമായ പെട്ടെന്ന് ലാഹിറാവാത്ത ഒരു അവീസായ മസലയിലെ അല്ല മൗലവി പറയുന്നത്, അല്ല മൗലവി പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് പോരാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സംഘടനയുടെ ആളുകൾ, അതവരാ പറയുന്നത്. സെക്രട്ടറിക്ക് അറിഞ്ഞൂടാ. അയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, അയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല ജോയിന്റ് സെക്രട്ടറി പറയുന്നത്. എന്താ രസം! അയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് മാത്രമാണ്. വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്തുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാകുന്നു എന്നൊരു പ്രസ്താവനയും കൂടി നടത്തി. മുടി കത്തില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നുവെങ്കിൽ അതിൽ മാറുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്നെങ്കിലും വ്യാഖ്യാനിക്കാമായിരുന്നു. പിന്നെ അയാളുടെ യഥാർത്ഥ ഉള്ള്, നിങ്ങളുടെ വഞ്ചനാപരമായ ആ ഉള്ള്, പുറത്ത് സുന്നത്ത് ജമാഅത്തും ഉള്ളിൽ മറച്ചു വെക്കുന്ന കാപട്യവും, ഉള്ളിൽ മറച്ചു വെച്ചിട്ടുള്ള വഹാബിസവും, ഉള്ളിൽ മറച്ചു വെച്ചിട്ടുള്ള തബ്ലീഗിസവും ഒക്കെ പുറത്തു വന്നു. ഇല്ല, റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേകതയും ഇല്ല, വഫാത്തിന് ശേഷം ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന അവസ്ഥയല്ലേ ഇവിടെ ഉണ്ടായത്? അത് നമ്മളെ നേതാവിന് തിരിയാത്തത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളാണോ ആലിമീങ്ങളുടെ സഭ? ആരാടോ നിങ്ങൾക്ക് ആലിമീങ്ങൾ എന്ന് പേരിട്ടത്? സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുണ്ടായ ഒരു സംഘടനക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമായ മറ്റ് പല വിഷയങ്ങളുടെയും മറ്റു ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെല്ലാം അതിന്മേലെടുക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും വഫാത്തിന്റെ ശേഷമുള്ള മഹത്വങ്ങളുടെ മേലെടുക്കപ്പെട്ടതാണ്. അത് അംഗീകരിക്കലിന്റെ മേലെടുക്കപ്പെട്ടതാണ്. അതിനെ ജോയിന്റ് സെക്രട്ടറി നിഷേധിച്ചപ്പോ അതിനെതിരിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തതാണോ പണ്ഡിത സഭ? അതിനെങ്ങനെ പണ്ഡിത സഭ എന്ന് പറയും? അതിനെങ്ങനെ സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പറയും? അതിനെങ്ങനെ സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പറയും? നിങ്ങൾക്ക് വേറെ വല്ല പേരിട്ടൂടെ? ഈ മൗലവി എങ്ങനെയാണ് ഈ സുന്നി ജമീയയുടെ സെക്രട്ടറിയായിട്ട് നിൽക്കുന്നത്? അയാൾക്ക് വല്ല സിമന്റ് ഫാക്ടറിയിൽ ഇറങ്ങിയാ പോരെ? വീണ്ടും തുടങ്ങാലോ, ജനങ്ങളെ കണ്ട് പിരിക്കാലോ. എന്തിനാ നിങ്ങൾ സുന്നി പറഞ്ഞത്? നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ഈ വഹാബിസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വം അവർക്ക് യാതൊരു പ്രത്യേകതയുമില്ല എന്നാ പറഞ്ഞത്. ഖുർആൻ മാത്രമുള്ളൂ. അപ്പൊ ഒന്നുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഖുർആനിന്റെ വിഷയത്തിലുള്ള ഇജാസ് എന്താ? റസൂലുള്ളാഹി ഖുർആൻ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഖുർആൻ ആകെ അത്ഭുതങ്ങളുടെ കലറയാണ്.
ഖുർആൻ മുഴുവനും മുഅ്ജിസത്താണ്, മഹാത്ഭുതമാണ്. മഹാത്ഭുതമായ ഖിയാമം വരെ നിലനിൽക്കും. അതൊക്കെ ഖുർആനിന്റെ ഇജാസാണ്. റസൂലുള്ളാഹിയുടെ ഇജാസ് എന്താണ് അവിടെ? ഈ മഹാത്ഭുതമായ ഈ നിളമ്, ഈ മറഞ്ഞ ഒയ്ബിയായ കാര്യങ്ങൾ പറയുന്ന, മഹാത്ഭുതങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ അത്ഭുതകരമായ രൂപത്തിൽ ഏത് ബുലഗായിനെ, ഏത് സാഹിത്യകാരനെയും വെല്ലുന്ന വിധത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ വന്നു എന്നതല്ലേ റസൂലുള്ളാഹിയുടെ ഇജാസ്? അതാണല്ലോ റസൂലുള്ളാഹിയുടെ ഇജാസ്. അത് ജീവിതകാലത്ത് കഴിഞ്ഞല്ലോ. ആ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നു. ഖുർആനിന് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അത് ഖുർആനിന്റെ മുഅ്ജിസത്തുകളും ആണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന ഒരൊറ്റ പ്രത്യേകതയുമില്ല. ഒരൊറ്റ പ്രത്യേകതയും. നിങ്ങൾ ആലോചിക്കണം. ആ ക്ലിപ്പ് നിങ്ങളും ഇനിയിട്ട് കേൾക്കണം. ഞാൻ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹിയുടെ മുടി കത്തുകയില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഒരു ഖുസൂസിയത്ത്, അവരുടെ ശരീരത്തിനുള്ള പ്രത്യേകത, അവരുടെ മുടിക്കുള്ള ഒരു ഖസായിസിൽപ്പെട്ട ഒരു ഖുസൂസിയത്തിനെ, ഒരു ഖാസത്തിനെ, അതിനെ ജനറൽ സെക്രട്ടറി അംഗീകരിക്കുമ്പോ അതനുസരിച്ച് ഞാൻ കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, കത്തിച്ചു നോക്കിയപ്പോൾ കത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റാള് പറയുന്നത് ആ പറഞ്ഞത് ശരിയല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല, റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തൊന്നും അങ്ങനെ നിലനിൽക്കില്ല വഫാത്തിന് ശേഷം. അപ്പോ ആ പറഞ്ഞത് ഇത്തരം റസൂലുള്ളാഹിയുടെ ശരീരത്തിനുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തുകൾ അടങ്ങുന്ന എന്തെല്ലാം മുഅ്ജിസത്തുകളുണ്ടോ, എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിലാണ്. അത് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. തനിച്ച വഹാബിസല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ ശരീരത്തിനുള്ള പ്രത്യേകതയെ നേതാവ് പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ബാക്കി പറഞ്ഞത്? ആ പറഞ്ഞത് എന്താ? ആ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോ നടത്തിയ ഒരു മുഅ്ജിസത്തെ സംബന്ധിച്ചല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിന് പ്രത്യേകതയുണ്ട്, അതിന് ബറക്കത്തുണ്ട്, അതിന് പല പ്രത്യേകതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് കത്തുകയില്ല എന്നത്. അത് പറഞ്ഞപ്പോഴാ പറയുന്നത് അതൊന്നും ശരിയല്ല, അങ്ങനത്തതൊന്നുമില്ല, അതൊക്കെ എന്താണ്, അതൊക്കെ ഈ സുന്നികൾ പറഞ്ഞുണ്ടാക്കിയ ഖുറാഫാത്ത് ആണ് എന്നല്ലേ മൗലവി നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയിൽ കയറിക്കൂടിയതും പിന്നീട് അതിൽ ഫിത്നയുണ്ടാക്കിയതും വഹാബികളുമായുള്ള ഒരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങളൊക്കെ പണ്ട് സംശയിച്ചിട്ടുണ്ട്, നിഷ്പക്ഷമതികൾ സംശയിച്ചിട്ടുണ്ട്. അതിന് അടിവരയിടുന്ന വിധത്തിൽ, അതിനെ ശരിവെക്കുന്ന വിധത്തിലല്ലേ ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ? മറ്റേ ആലിമ് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ പോയി പ്രസംഗിക്കുന്നിടത്തൊക്കെ വഹാബികൾ ഉണ്ടാവുകയല്ലേ ചെയ്തത്? കിതാബ് തിരിയുന്നവെന്ന് പറഞ്ഞിട്ട്, ബാക്കിയുള്ളവർക്കൊന്നും കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നവൻ, അയാൾ പോയി പറഞ്ഞവർക്കൊക്കെ വഹാബികളെ ഉണ്ടാക്കിയല്ലേ അയാൾ ചെയ്തത്? നിങ്ങൾക്കൊരു ബഹുമാനവും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കളവ് പറഞ്ഞവരാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതിനു വേണ്ടി റസൂലുള്ളാഹിയുടെ വ്യക്തിത്വത്തെ വികൃതമായി നിങ്ങളുടെ പത്രത്തിൽ എഴുതിയവരാണ്. നിങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. റസൂലുള്ളാഹിയെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, ഇതാണ് ഈമാൻ. റസൂലുള്ളാഹിനെ കൊണ്ട് ഇജ്ജാതി തോന്നിയാസം കാട്ടുന്ന ആളുകളെ സ്നേഹിക്കുക. അവരോട് ഒരു നിലക്കും ഒരു അടിയറവ് പറയാൻ, ഒരു നിലക്കും എന്തെങ്കിലും വിട്ടുവീഴ്ച ഞങ്ങൾ ഒരുക്കല്ല. പരുഷമായി ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കൈ നിർത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ സകലതും ഞങ്ങൾ പൊളിച്ചെഴുതും. എന്താ മൗലവി നിങ്ങൾ ഈ പറഞ്ഞത്? എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് ശേഷം ഒരു പ്രത്യേകതയുമില്ലെന്ന് പറഞ്ഞ മൗലവി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വഫാത്തിന് ശേഷം മണ്ണിൽ വെച്ചാൽ മണ്ണ് തിന്നില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. ഇതില്ലെന്നല്ലേ മൗലവി നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ എന്തിന് സുന്നി പേരിൽ നിൽക്കുന്നു? സക്കരിയയുടെ കൂടെ അല്ലെങ്കിൽ ഹനീഫക്കായ കുടിക്കളില്ലാത്ത പ്രശ്നം അങ്ങോട്ട് പോയിക്കോ. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ,
നിങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ ധാരാളം സലാത്ത് ചെല്ലണം, നിങ്ങളുടെ സലാത്ത് എന്റെ മേൽ വെളിവാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുക, ഇങ്ങനൊരു ഹദീസ് ഉണ്ട് മൗലവി? ഇങ്ങനൊരു ഹദീസ് ഉണ്ട്? ഇങ്ങനെ ഒരുപാട് ഹദീസ് ഉണ്ട്. അപ്പൊ പറയാണ്, സഹാബത്ത് ചോദിക്കുകയാണ്, അതെങ്ങനെ വെളിവാക്കുക? തുറളു അലൈക കൈഫ തുറളു അലൈക സ്വലാത്തുനാ യാ റസൂലല്ലാഹ് വഖദ് അറംത, തങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ടാവില്ലേ, പിന്നെ എങ്ങനെയാണ് തങ്ങളുടെ മേൽ ഞങ്ങളുടെ സലാത്ത് വെളിവാക്കാന്ന് ചോദിച്ചപ്പോൾ ഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ജസദ് ശരീരം തിന്നില്ല. റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ് മൗലവി. വഫാത്തിന്റെ ശേഷമുള്ള പ്രത്യേകതയാണ് മൗലവി. വഫാത്തിന്റെ ശേഷമുള്ള പ്രത്യേകതയാണ്. അള്ളാഹു കൊടുത്ത ആദരവാണ്, മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന ഖുസൂസിയാണ്. വഫാത്തിന്റെ ശേഷം ഒന്നും നിലനിൽക്കില്ലെന്ന് പറഞ്ഞ മൗലവി ഇതിനെ നിങ്ങൾ നിഷേധിക്കുകയല്ലേ ചെയ്തത്? മാത്രമല്ല, ആ ഹദീസിൽ തന്നെ രണ്ടാമത്തൊരു മുഅ്ജിസത്ത് കൂടി പറയുന്നു, നിങ്ങളുടെ സ്വലാത്ത് വെളിവാക്കപ്പെടും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് റസൂലുള്ളാഹിയുടെ മേൽ സലാത്ത് ഇല്ലാലും അതവിടെ എത്തിക്കപ്പെടും. റസൂലുള്ള സലാം മടക്കും. ഇത് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തല്ലേ മൗലവി? റസൂലുള്ളാഹിയുടെ പ്രത്യേകതയല്ലേ മൗലവി? ദൈവബന്ധിസം നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മേൽ പറയരുത്. ഇത്തരം ദൈവബന്ധിസം സുന്നത്ത് ജമാഅത്തിന്റെ മേൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ വേറെ പേരിൽ പറഞ്ഞോ? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് സംസാരിക്കും, നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ഞാനും സംസാരിക്കും, നിങ്ങൾ എന്നോടും സംസാരിക്കും. എന്നാൽ എന്റെ മരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ചു തരും. എന്നാൽ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു. എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു. എന്റെ കാരണം തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ നല്ലത് ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, ഷർറ് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ പൊറുക്കലിനെ തേടും നിങ്ങൾക്ക് വേണ്ടി. ഇത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഈ സുന്നിപ്പേരിൽ സംഘടന എന്തുകൊണ്ട് ഇതൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മുണ്ടാതിരിക്കുന്നു? ഇങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ലെന്നല്ലേ നിങ്ങളുടെ മുഫ്തി പറഞ്ഞത്? നിങ്ങളുടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത്? എന്ത് സുന്നി യുവജന സംഘമാണോ നിങ്ങളുടേത്? വഫാത്തിന്റെ ശേഷം ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറയുന്നത്, ഖുർആനല്ലാത്ത ഒന്നും നിലനിൽക്കില്ലെന്ന് പറയുന്നത്, റസൂലുള്ളാഹിയുടെ മുടി കത്തുകയില്ല എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനത്തതൊക്കെ വിവരക്കേടാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ വഫാത്തിന്റെ ശേഷം അത്തരം ഒരു പ്രത്യേകതയില്ല. അപ്പൊ കത്തും നശിക്കും ഒക്കെ ഉണ്ടാവും. അല്ലേടോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇനി കേൾക്കണോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ റആനി ഫീ മനാമി, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ഫീ സൂറതി, പിശാചിന് എന്റെ രൂപത്തിൽ കോലം കെട്ടാൻ കഴിയില്ല. ജീവിതകാലത്തും കഴിയില്ല മൗലവി, വഫാത്തിന് ശേഷം കഴിയില്ല മൗലവി, വഫാത്തിന് ശേഷം കഴിയില്ല മൗലവി. നിങ്ങൾ നിഷേധിക്കുന്നോ? റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തല്ലേ അത്? റസൂലുള്ളാഹി ആ മദീനയുടെ മണ്ണിൽ കിടന്നാൽ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നാൽ മതി, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇബ്ലീസ് തങ്ങളുടെ രൂപത്തിൽ കോലം കെട്ടാൻ ശ്രമിച്ച അവനെ കരിച്ചു കളയും. റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണത്, മുഅ്ജിസത്താണത്, ഖുസൂസിയത്തത്. ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കേ, വിട്ടുതരാൻ ഒരുക്കമല്ല. ഇതുപോലെ എത്ര മുഅ്ജിസത്തുകൾ ഹിസ്സിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന ഹിസ്സിയായ മുഅ്ജിസത്തുകൾ തന്നെ എത്ര കാലം നീണ്ടു നിന്നതുണ്ട്? എന്തെല്ലാം സംഭവങ്ങളുണ്ട്? ബദറിൽ വെച്ചുകൊണ്ട് വാള് മുറിഞ്ഞ സഹാബിയുടെ കഥ കേട്ടിട്ടില്ലേ മൗലവിമാരെ? റസൂലുള്ള ഒരു വടി അങ്ങോട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ടാണ് യുദ്ധം ചെയ്തോന്ന് പറഞ്ഞു, അത് വാളായി മാറി. അതിന് ഔന് എന്ന് പേരിട്ടു. അദ്ദേഹം വഫാത്താവുന്നത് വരെ അതുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. റസൂൽ വഫാത്തായതിനു ശേഷം അദ്ദേഹം വഫാത്തായത്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ഖതാദത്തിന്റെ കണ്ണ്, അലി റളിയല്ലാഹുവിന്റെ കണ്ണ്, ഇതൊക്കെ നിലനിന്നല്ലോ. ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായി ഓതിക്കൊടുത്തു. ആ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നു. അത്ഭുതകരമായി കണ്ണ്, കയ്യിലേക്ക് ഇങ്ങോട്ട് വീണ കണ്ണ് സുന്ദരമായി തിരിച്ചു കൊടുത്തു. ആ കണ്ണ് അവർ വഫാത്താവുന്നവരെ നിലനിന്നു.
ആ വാള് നിലനിന്നു. ഇങ്ങനെ എന്തെല്ലാം നിലനിന്നു. പോരാത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ മാത്രല്ല മൗലവി, നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഉഅ്തീതു ജവാമിഅൽ കലിമി. കേട്ടോ, പഠിച്ചോ. കിതാബ് തിരിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരും പഠിച്ചോ. ഉഅ്തീതു ജവാമിഅൽ കലിമി. കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്റെ മുഅ്ജിസത്താണ്. ഖുർആൻ അത്ഭുതകരമായി നിലനിൽക്കുന്നുവെങ്കിൽ ആ മുഅ്ജിസത്തും ഇവിടെ നിലനിൽക്കുന്നു. റസൂലുള്ളാഹിയുടെ അഹാദീസുകൾ, ജവാമിഉൽ കലിമായ ഹദീസുകൾ അത്ഭുതകരമായ വിധത്തിൽ അതും ഇവിടെ നിലനിൽക്കുന്നു. അന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ ജവാമിഉൽ കലിം അന്ന് പറഞ്ഞത് തന്നെയാണ്. ആ അത്ഭുതങ്ങൾ ഖുർആൻ നിലനിൽക്കുന്നത് പോലെ തന്നെ ഖുർആനുള്ള എല്ലാ മുഅ്ജിസത്തും ഇതിനില്ല, മറ്റ് പല മുഅ്ജിസത്തും ഇതിനുണ്ട്. ആ രൂപത്തിൽ അതും നിലനിൽക്കുന്നു. ഒരുപാട് വരാനിരിക്കുന്ന സംഭവങ്ങളിലേക്ക് റസൂൽ അവരിൽ ചൂണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതുണ്ട്, ഇനിയും വരാനിരിക്കുന്നതുണ്ട്. അതൊക്കെ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ കാലശേഷം അത്ഭുതങ്ങളായി നിലനിന്നു. അതൊക്കെ സംഭവിച്ചപ്പോൾ അതൊക്കെ അത്ഭുതങ്ങളായി പുലരുകയും ചെയ്തു. ഇനിയും അങ്ങനെ സംഭവിക്കാൻ വരുന്നു. ഈസാ നബി വരുമെന്നും ദജ്ജാൽ വരുമെന്നും തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞുപോയി. ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞുപോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ചെയ്തു തന്നെ നിലനിൽക്കുന്നു. പോരാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷവും മുഅ്ജിസത്ത് വെളിവാക്കുന്നു. അന്നത്തത് ഇവന്ന് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ജിസത്ത് വെളിവാക്കുന്നു, അത്ഭുതങ്ങൾ വെളിവാക്കുന്നു, മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇമാം നവവി തങ്ങൾ തഹ്ദീബിൽ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഫുതൂഹ് ഷാമിന്റെ ഫത്ഹിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സന്ദേശങ്ങൾ കൊടുത്തയച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ദിമഷ്ക് ഫത്ഹായി കിട്ടിയ സന്ദേശമൊക്കെ അയച്ച അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ മദീനയിലെത്തി 7 ദിവസം കൊണ്ടാണ് ദിമഷ്കിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് തിരിച്ച് മടങ്ങുമ്പോൾ വറജഅ മിൻഹാ ഇല ശാമി, ഷാമിലേക്ക് മടങ്ങിയത് 2 ദിവസം കൊണ്ട് തിരിച്ചെത്തി. 2.5 ദിവസം കൊണ്ട് തിരിച്ചെത്തി. ഇമാം നവവിയാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടി വന്നല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടി വന്നല്ലോ. മദീനയിലേക്ക് തിരിച്ചെത്തി. ബിദുആഇഹി ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് ദുആ ചെയ്തപ്പോൾ, അവരെ കൊണ്ട് ശഫാഅത്ത് തേടിയപ്പോൾ ആ റസൂലുള്ളാഹി സഹായിക്കുന്നു. റസൂലുള്ളാഹി അത്ഭുതത്തിൽ സഹായിക്കുന്നു. 2.5 ദിവസം കൊണ്ട് ഇങ്ങോട്ട് 7 ദിവസം, അങ്ങോട്ട് 2 ദിവസം കൊണ്ടെത്തി. വഴി ചുരുക്കി കൊടുത്തു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ കയ്യിലുണ്ടായിരുന്ന റസൂലുള്ളാഹിയുടെ മുടി, അത് വെച്ചിട്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അത് വീണപ്പോൾ അതിനു വേണ്ടി ഓടി നടന്നു. അത് തങ്ങൾ അവരുടെ തൊപ്പിയിൽ തുന്നിച്ചേർത്തുകൊണ്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അത് വീണു പോയപ്പോൾ അതിനു വേണ്ടി ഓടി നടന്നു. അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആളുകൾക്ക് സംശയം തോന്നിയപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, അതിൽ റസൂലുള്ളാഹിയുടെ ഒരു തൊപ്പി പോയതല്ല എനിക്ക് പ്രശ്നം, അതിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടിന്റെ, അത് നഷ്ടപ്പെട്ടു പോകുമോ, അത് ചവിട്ടപ്പെടുമോ എന്നതാണ് എന്റെ പേടി. അതുകൊണ്ടാണ് ഞാൻ അത് തെരഞ്ഞു നടന്നത്. അത് എന്റെ കൂടെ എപ്പോഴുണ്ടായോ അപ്പോഴൊക്കെ എനിക്ക് വിജയമുണ്ടായിട്ടുണ്ട്. അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്, ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ ജീവിതകാലം അവിടെ വിഷയാവുന്നില്ല. കാരണം മുടി റസൂലുള്ളാഹിൽ നിന്ന് പിരിഞ്ഞപ്പോഴല്ലേ കിട്ടുന്നത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പിരിഞ്ഞപ്പോഴല്ലേ കിട്ടുന്നത് തന്നെ. പിന്നെ ഇത് റസൂലുള്ളാഹിയുടെ കാലശേഷം ആണിത് പറയുന്നത്. യർമൂക്ക് യുദ്ധത്തിലാണ് ഇത് പറയുന്നത്. റസൂലുള്ളാഹിയുടെ കാലശേഷം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുടിക്ക് പ്രത്യേകതയില്ലെന്ന് പറഞ്ഞ വഹാബി ആശയം, അത് ഒരു സുന്നി വന സംഘത്തിന്റെ പ്രസിഡന്റിൽ നിന്ന് വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹിയുടെ മുടിയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴല്ലേ അങ്ങനെ പ്രത്യേകതയില്ല, അങ്ങനെ ഒന്നുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്. ഒന്നുമില്ലെന്ന് പറഞ്ഞത് പ്രത്യേകതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണല്ലോ. റസൂലുള്ളാഹിയുടെ മുടി കത്തില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴല്ലേ. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല, ആ ഹുക്മിനോട് ഞാൻ യോജിക്കുന്നില്ല. വഫാത്തിന്റെ ശേഷം അതൊന്നും നിലനിൽക്കും. അങ്ങനത്തെ മോചിതത്വങ്ങളൊന്നും നിലനിൽക്കില്ല. ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്താ
എന്നിട്ട് ഉളുപ്പില്ലല്ലോ സുന്നി പറഞ്ഞു നടക്കാൻ ഇയാൾക്ക്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് സഹായിക്കുന്നു വഫാത്തിന് ശേഷം. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ബാഅ് ഔലിയാ അവരുടെ കയ്യാലെ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് വെളിവാകുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചത് മറന്നുപോയോ മറച്ചു വെച്ചതോ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടി അത് മറച്ചു വെച്ചതോ നിങ്ങൾ? ഇമാം നൈസാബൂരി അവരുടെ തഫ്സീറിൽ അയ്യുക്കും തഅതീനി ബി അർശിഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞുകൊണ്ട് പറയുന്നു വകറാമാത്തുൽ ഔലിയാഇ ഔലിയാഇന്റെ കറാമാത്തുകൾ മിൻ ഖുവത്തി ഇഅ്ജാസിൽ അംബിയാഇ മിൻ ഖുവത്തി ഇഅ്ജാസിൽ അംബിയാഇ അംബിയാഇന്റെ ഇഅ്ജാസിന്റെ ഖുവത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. രണ്ട് രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഏത് രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും കറാമാത്തുൽ ഔലിയാ മുഅ്ജിസത്തിന്റെ ഭാഗമായി വരുന്നു. പ്രത്യേകിച്ച് അത് ഈ റസൂലിന്റെ ഈ നബിയുടെ മഹത്വത്തെയും അവരുടെ ദഅവത്തിനെയും അവരുടെ സിദ്ഖിനെയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന വിധമാകുമ്പോൾ ആ ഇഅ്തിബാറിൽ ഇതൊക്കെ മുഅ്ജിസത്താകുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഇമാം നൈസാബൂരി പറഞ്ഞത് അതിലേക്ക് സൂചിപ്പിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നത് നോക്ക്. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പറയാണ്, സുദീർഘമായ ചർച്ച. ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുൻ ളാഹിറാത്തുൻ വഅലാമുൻ മുതലാഹിറാത്തുൻ തബ്ലുഗു ഉലൂഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. ലിറസൂലില്ലാഹി റസൂലുള്ളാഹിക്ക് ഒരുപാട് മുഅ്ജിസാത്തുകളുണ്ട്. ആയിരക്കണക്കിന് ആയിരങ്ങൾ എത്തുന്നു എന്നാണ്. ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. അതൊക്കെ അറിയപ്പെട്ടതാണ്. വഹിയ അശ്ഹൂറാത്തുൻ എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാ, കുറച്ചിപ്പുറത്ത് പറയാണ് അമ്മൽ മുഅ്ജിസാത്തു മറ്റുള്ള മുഅ്ജിസത്തുകൾ ഇതല്ലാത്ത ഗൈറുഹു ഈ ഖുർആൻ അല്ലാത്ത മറ്റു മുഅ്ജിസത്തുകൾ ഫലാ യുംകിനു ഹസ്റുഹാ അബദൻ അതൊരിക്കലും തന്നെ ക്ലിപ്പാക്കാൻ പറ്റില്ല. ഖുർആനില്ലാത്ത മറ്റു മുഅ്ജിസത്തുകൾ അതിനെ കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ലിഅന്നഹാ കസീറത്തുൻ ജിദ്ദൻ അത് വളരെ അധികമുണ്ട്. പോരാത്തത് വമുതജദ്ദിദതുൻ അത് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യുന്നു. ഇത് വ്യാഖ്യാനിക്കാൻ നടക്കുന്നവർ കേട്ടോ, നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. വമുതജദ്ദിദതുൻ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. മുഅ്ജിസത്ത് ഇമാം നവവിയാണോ പറയുന്നത്. വമുതജദ്ദിദതുൻ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വമുതസായിദതുൻ അധികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുമ്പ് സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് സംഭവിച്ചത് പറഞ്ഞു. ആ ജീവിതകാലത്ത് സംഭവിച്ചതിൽ നിന്ന് റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ മുന്നേ കഴിഞ്ഞ ചിലതുണ്ട് ഉണ്ടായി, അതിന്റെ അസറുകളും കഴിഞ്ഞതുണ്ട്, അത് പറഞ്ഞു. പിന്നെ നിലനിന്നതുണ്ട്, അത് പറഞ്ഞു. പിന്നീട് അതിൽപ്പെട്ടതാണ് ഗൈബ് കൊണ്ട് പറഞ്ഞത്, മറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ള പല സുവിശേഷങ്ങളും നൽകിയതും പല മുന്നറിയിപ്പുകളും നൽകിയതും അതൊക്കെ പറഞ്ഞു. അതിലേക്കൊക്കെ ഇശാറത്ത് ചെയ്തിട്ട് പിന്നെ ഇഖ്ബാറുഹു ബിഅന്ന ത്വായിഫത്തൻ മിൻ ഉമ്മത്തിഹി യഗ്സുൽ ബഹ്റ വഅന്ന ഉമ്മ ഹറാമിൻ മിൻഹും എന്നൊക്കെ തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിസ്റ കൈസർ തുടങ്ങിയുള്ളവരുടെ ങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരും എന്ന് തുടങ്ങി പറഞ്ഞ ആ സംഭവങ്ങൾ വരാനിരിക്കുന്ന പിന്നെയും മുഅ്ജിസത്തായി നിലനിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവര് വിവരിക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ ഇബ്നു സലാഹ് അവർ പറയുകയാണ്, അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹ് ശാമി മഹാനവറുകൾ പറയുന്നു, അദ്ദേഹം പറയാണ് ഇതുപോലെ ഫലം തസൽ ഈ മുഅ്ജിസത്തുകൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. തതജദ്ദദു ബഅദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ കാലശേഷം പുതുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പലതും പുതുതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അലാ തഅഖുബിൽ ഉസൂർ കാലങ്ങൾക്കനുസരിച്ച് കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള നുബുവത്ത് ഖിയാമത്ത് നാൾ വരെതാണ്. റസൂലുള്ളാഹി നബിയാണെന്ന വാദം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു.
അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് പല രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വദാലിക അന്ന കറാമാത്തിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി وإجابات المتوسلين في حوائجهم ومعوناتهم عقب توسلهم به في شدائدهم له براهين قواطع ومعجزات سواطع لا يعدها عاد ولا يحصرها حاد. ഔലിയാക്കളിലൂടെ വെളിവാവുന്ന കറാമത്തുകൾ, അവരുടെ ഉമ്മത്തിൽ നിന്ന് വെളിവാവുന്ന കറാമത്തുകൾ, അതുപോലെ അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അവിടെ കിട്ടുന്ന സഹായങ്ങൾ, ആ സഹായങ്ങളെല്ലാം, അവരുടെ ബുദ്ധിമുട്ടുകളിൽ കിട്ടുന്ന സഹായങ്ങളെല്ലാം ബറാഹീനു ഖവാത്തിഉ, അതൊക്കെ വളരെ കൃത്യമായ തെളിവുകളാണ്. വമുഅ്ജിസാതുൻ സവാത്തിഉ, തിളങ്ങുന്ന മുഅ്ജിസത്തുകളാണ്, തിളങ്ങുന്ന മുഅ്ജിസത്തുകളാണ്. അതിനൊന്നും എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ ബഹുമാനപ്പെട്ട അയിമ്മത്ത് വിവരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഉണ്ടായത്? ഒരുപാട് മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും പിന്നീട് മഹാന്മാരിലൂടെയൊക്കെ ഉണ്ടായത് എന്തിനാ? അത് ഈ ദീന്, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് 2 പ്രത്യേകതയുണ്ട്. അവര് മറ്റുള്ള അമ്പിയാക്കൾക്കില്ലാത്ത പ്രധാനപ്പെട്ട 2 പ്രത്യേകതകളാണ് അതിന്റെ കാരണം. ഒന്ന്, ജിന്നിലേക്കും ഇൻസിലേക്കും അയക്കപ്പെട്ടവരാണ്. അപ്പോ അവര് ക്ഷണിക്കുന്ന ആളുകൾ, അവരുടെ ഉമ്മത്ത് വളരെ വിശാലമാണ്. മാത്രമല്ല ഇനിയൊരു നബി വരാനില്ല, ഖത്മുൻ നുബുവത്ത് ഉണ്ടായി അവരെ കൊണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെ വേറൊരു നബി വരാനില്ല, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദീനാണ്. അപ്പോ ഒന്ന് കൊണ്ടല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട്, ഒന്ന് കേട്ടിട്ടല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മത്തിനോടുള്ള റഅഫത്ത് കൊണ്ട് ഒരു മുഅ്ജിസത്ത്, ചിലർക്ക് ഖുർആന്റെ മുഅ്ജിസത്ത് പെട്ടെന്ന് കാണാൻ കഴിയില്ല, കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് മറ്റൊരു മുഅ്ജിസത്തിലൂടെ, അങ്ങനെയുള്ള കുറെ ഔലിയാക്കളിലൂടെയല്ലേ മുസ്ലിമായത് പിന്നീട്. അതുപോലെ ഒന്ന് ഫലപ്പെട്ടില്ലെങ്കിൽ മറ്റൊന്ന് ഫലപ്പെടും, ഒന്ന് മാഞ്ഞു പോയാൽ മറ്റൊന്ന് നിലനിൽക്കും. ബഖിയത്ത് ഉഖ്റ വഇൻ ദറസത അലൽ അയ്യാമി വാഹിദത്തുൻ ബഖിയത്ത് ഉഖ്റ. കാലങ്ങളെ കൊണ്ട് ഒന്ന് മാഞ്ഞു പോയാലും മറ്റൊന്ന് നിലനിൽക്കുമല്ലോ. നോക്ക്, മറ്റൊന്ന് നിലനിൽക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് കിട്ടിയത് കണ്ടാൽ മതിയല്ലോ, ചിലർക്ക് മനസ്സിലാക്കാലോ. ഒന്ന് നിലനില്ലെങ്കിൽ മറ്റു, അങ്ങനെ വലില്ലാഹി ഫീ കുല്ലി ഹാലിൻ അൽ ഹുജ്ജത്തുൽ ബാലിഗ എന്ന് ഇമാം ബൈഹഖി തങ്ങൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അയിമത്ത് ഇതുപോലെ ഇനിയും എത്രയോ ഇബാറത്തുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തരാം. ഒരൊറ്റ അപേക്ഷയാണ് നിങ്ങളോടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം, ഇഷ്ടമുള്ള പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കാം. പക്ഷേ കാപട്യം കാണിക്കരുത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഒരൊറ്റ പ്രത്യേകതയും നിലനിൽക്കില്ലെന്ന് പറയാൻ നീ ഒരുമ്പെടരുത്. അത് സുന്നി സമൂഹം പൊറുക്കുന്ന വിഷയമല്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ഒരു കാലത്ത് ഈ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് എഴുതിയവരല്ലേ നിങ്ങൾ? ഒരു കാലത്ത് മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ കണ്ണിനും അകക്കണ്ണിനും കുരുട് സംഭവിച്ചോ? അമ സംഭവിച്ചോ? ദുനിയാവിനോടുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി കള്ളമുടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് വളരെ കൃത്യമായി പലരോടും രഹസ്യമായി നിങ്ങൾ പറഞ്ഞിട്ടും പലരും പറഞ്ഞു. പക്ഷെ എന്നിട്ടും അതിനെ പരസ്യമായി ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായില്ല. പല കാരണങ്ങളും അതിന്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അത് പൊളിയുന്നുണ്ട്, അതൊക്കെ ക്ലിപ്പാകുന്നുണ്ട് എന്ന് കണ്ടപ്പോ ഇതിപ്പോ പൊളിയോലോ, കേന്ദ്രത്തിൽ കിട്ടുന്നത് ഇല്ലാതെയാവുമല്ലോ, മറ്റുള്ള ഭീഷണികൾ വരുമല്ലോ എന്ന് കണ്ടിട്ട് തിരിച്ചു പറയാൻ നിന്നപ്പോൾ നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ ആ ഇത്തരം കാപട്യം കൊണ്ട്, ഇത്തരം വഞ്ചനാപരമായ സുന്നത്ത് ജമാഅത്തിനുള്ള വഞ്ചനാപരമായ സമീപനം കൊണ്ട് നിങ്ങളെ വെട്ടിൽ വീഴ്ത്തുകയാണ് ചെയ്തത്. നിങ്ങളുടെ കണ്ണിനും അമ സംഭവിച്ചു, നിങ്ങളുടെ ഉൾക്കാഴ്ചയും മാഞ്ഞുപോയി, ഇല്ലാതെയായി. അത് ഞാൻ പറയല്ല, നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു. നിങ്ങളുടെ ദലീലുൽ ഈമാൻ സൈറ്റിൽ പോയാൽ കാണാം. ഞാൻ പ്രധാനപ്പെട്ട 1-2 വാർത്ത ഉദ്ധരിക്കാം. നിങ്ങളുടെ സൈറ്റാണല്ലോ ദലീലുൽ ഈമാൻ എന്ന അറബി സൈറ്റ്. ആ അറബി സൈറ്റിൽ എന്താ പറയുന്നതെന്നറിയോ? ഫൽ മുഅ്ജിസാത്തുൽ മുസ്തഫവിയ്യത്തുൽ ഖാലിദതു.
നിലനിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, ഖാലിദായ മുഅ്ജിസത്തുകൾ, ഫൽ മുഅ്ജിസാത്തുൽ മുസ്തഫവിയ്യത്തുൽ ഖാലിദത്തു, ശാശ്വതമായി നിലനിൽക്കുന്ന, വഫാത്തിന് ശേഷവും നിലനിൽക്കുന്ന ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, ലാ യുൻകിറുഹാ, അതിനെ നിഷേധിക്കുകയില്ല, ലാ യുൻകിറുഹാ, അതിനെ നിഷേധിക്കുകയില്ല. ആരല്ലാതെ? ഇല്ലാമൻ, ചില ആളുകളല്ലാതെ. ഇല്ലാമൻ അഅമല്ലാഹു അബ്സാറഹും, അവരുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വഖതമ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ മേൽ അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു, ഖൽബിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. രണ്ടും നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അവരംഗീകരിച്ച സൈറ്റിലാണോ പറയുന്നത്? എന്റെ വക പറഞ്ഞതല്ല, എന്നോട് നിങ്ങൾ ക്ഷമിച്ചോളൂ. നിങ്ങളുടെ സൈറ്റിലാണ് പറഞ്ഞത്, അത് ഞാൻ എടുത്തിരിക്കാം. നിങ്ങളുടെ കണ്ണിന് കുരുട് സംഭവിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിനും ഖത്മ സംഭവിച്ചിരിക്കുന്നു. ദുനിയാവിനോടുള്ള ആർത്തി കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വല്ല കാരണം കൊണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബന്ധിച്ച് ഈ നിലക്ക് നിങ്ങളുടെ നേതാക്കൾ കളിച്ചപ്പോൾ മറ്റു പല കാരണങ്ങളാൽ നിങ്ങൾ അത് മൂടിവെച്ചതുകൊണ്ടാവാം. നിങ്ങളുടെ ആളുകൾ തന്നെ പറയുന്നു, ഇത്തരം കാലങ്ങളോളം നിലനിൽക്കുന്ന മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നത് കണ്ണിന് കുരുട് സംഭവിച്ച കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, ഹൃദയത്തിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ദലീലുൽ ഈമാനിലാണ് പറഞ്ഞത്. ഏപിക്കാരുടെ ഔദ്യോഗിക സൈറ്റായ ദലീലുൽ ഈമാൻ അറബി സൈറ്റിലാണ് പറയുന്നത്. ഇല്ലാ മൻ അഅമല്ലാഹു അബ്സാറഹും വഖതമ അലാ ഖുലൂബിഹിം. എന്നിട്ട് പിന്നെ പറയാണ്, വഹീനമാ നഖൂലു ഇലാ ദിക്രി ഹാദിഹിൽ മുഅ്ജിസാത്തിൽ ഖാലിദ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ഖാലിദായ മുഅ്ജിസത്തുകളെ പറയാനങ്ങട്ട് തുടങ്ങിയാൽ അജസത്ത് അഖ്ലാമുന, നമ്മുടെ പേനകൾ അശക്തമായി തീരും. അതൊക്കെ എഴുതി തീർക്കാൻ അതിന് കഴിയില്ല. ഫീ കുതുബിൻ, അത് കുറെ ഗ്രന്ഥങ്ങളോ എത്ര വിശാലമായ മൗസൂഅത്തിൽ പോലും എഴുതി തീർക്കാൻ കഴിയില്ല. ബൽ ലവിസ്തഖ്ദമ ഷജറൽ അർളി അഖ്ലാമൻ, ഭൂമിയിലുള്ള മരങ്ങളെ മുഴുവനും പേനകളായി ഉപയോഗിച്ചാൽ, വമിയാഹൽ ബിഹാരി മിദാദൻ, സാധുക്കള് പാവം, ബിഹാറിലുള്ള കടലിലുള്ള വെള്ളം മുഴുവനും മഷിയായി ഉപയോഗിച്ചാൽ. എന്തിന്? റസൂലുള്ളാഹിയുടെ, ഇയാള് പറഞ്ഞല്ലോ വഫാത്തിന് ശേഷം ഒരു മുഅ്ജിസത്തുമില്ലാന്ന്. ആ ഖുർആനല്ലാതെ അത് ഉണ്ട്. ഖാലിദായ എണ്ണമറ്റ മുഅ്ജിസത്തുകളുണ്ട്. അതൊക്കെ എഴുതി തീർക്കാനേ ഇവിടെയുള്ള മരങ്ങൾ മുഴുവനും പേനയാവുകയും കടലിലുള്ള വെള്ളം മുഴുവനും മഷിയായാലും അത് പറ്റുകയെന്നല്ലാതെ ഇത് കഴിയില്ല. സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ SYSന്റെ പ്രസിഡന്റിന് പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്നത്, അല്ലെ പണ്ഡിത സഭ എന്ന് പറഞ്ഞു നടക്കുന്നത്? വേറെ വല്ല സമ്പത്ത് ജമാഅത്ത് നാട്ടം പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ ഇയാൾക്ക് തിരിഞ്ഞ ഈ വഹാബിസം മറ്റേ മൗലിയർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു അവീസായ മസലയല്ലല്ലോ, പ്രയാസമുള്ള മസലയല്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ വളരെ പ്രകടമായ കാലങ്ങളായി നമ്മൾ വിശ്വസിച്ചു വരുന്ന, നമ്മുടെ ഉലമാ ഒക്കെ അംഗീകരിച്ചു വന്ന, നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള, നിങ്ങളുടെ സൈറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ കാര്യങ്ങൾ നിഷേധിക്കുക, അത് മാറ്റി കളയണം എന്നൊന്ന് പറയായിരുന്നില്ലേ? അതിനുപോലും കഴിയാത്ത നിങ്ങൾ എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് പറയാ, ഈ മുഅ്ജിസാത്ത് ഖാലിദകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, വമിനൽ മുഅ്ജിസാത്തിൽ മുസ്തഫവിയ്യത്തിൽ ഖാലിദ, ഖാലിദായ മുസ്തഫവിയ്യായ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് ബഖാഉ ആസാരിഹി, റസൂലുള്ളാഹിയുടെ തിരുകേശമടക്കമുള്ള ആസാറുകൾ ശേഷിക്കുന്നു എന്നത്. കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ടും, റഗ്മ ഇൻസിറാഫിൽ ഖുറൂനി തവീലത്തി ബഅദ വഫാത്തിഹി, ഇൻസിറാഫ് വലിയ അറബിയാണ്, വലിയ കിതാബ് തിരിയുന്ന അറബിയാണ്, നല്ല പുതിയ അറബിയിൽ എഴുതിയതായിരിക്കും അതെ. വഫാത്തിന് ശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും, ഒരുപാട് കാലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത് നിലനിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ പിന്നെ ഇതില് പെട്ടതാണ്. അതങ്ങനെ നിലനിൽക്കുക എന്നത് തന്നെ
ഈ ഒരു പുതിയ ആ വിഷയത്തിലേക്ക് ഒരു പുതിയ പൊൻതൂവൽ ചേർക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് പറയാ ഫആഥാറുൻ നബിയിൽ മഹ്ഫൂലത്തുൽ ലദൽ ജിഹാത്തിൽ മൗസൂഖ, വിശ്വസ്തരായ ആളുകളുടെ അരികിൽ വിശ്വസ്തമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തിരുകേശം പോലെയുള്ള തിരുശേഷിപ്പുകൾ എങ്ങനെ ബി അസാനീദ സഹീഹ, സനദ് എന്ന് മുണ്ടിയാൽ ദീനിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞ ആളുകൾ നോക്ക് നിങ്ങൾ എന്തായി പറയുന്നത്, എന്താണ് ഇവർക്ക് പറ്റി? ഇതിന്റെ പേരോ അത്തുമ്പത്തുന്ന് ബി അസാനീദ സഹീഹ മുത്തസിലായ സഹീഹായ സനദ്. എന്തിനാ അതവിടെ പറഞ്ഞത്? അത് ചോദിക്കാനൊന്നും പാടില്ലല്ലോ. മുത്തസിലായ സഹീഹായ സനദിലൂടെ നിലനിൽക്കുന്ന മൗസൂഖായ അങ്ങനെ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ആധാറുകൾ തുളീഫു ഇലാ ഹാദിഹിൽ മുഅ്ജിസാത്തിൽ ഖാലിദതി, ഈ ഖാലിദായ ശാശ്വതമായ മുഅ്ജിസത്തിലേക്ക് ഒരു പൊൻതൂവൽ തുന്നിച്ചേർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടതിൽ. ഇനിയും ഒരുപാട് സമയം നീണ്ടുപോകും എന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുകയാണ് സഹോദരന്മാരെ. ഇനി നമുക്ക് ചോദ്യോത്തരം നടക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി പറയുമ്പോൾ എല്ലാ ഭാഗം തൊട്ട് പറയണം എന്നതുകൊണ്ടാണ് ഇത്തരം എല്ലാ വിഷയത്തിലേക്കും ഞാൻ പ്രവേശിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരൊറ്റ പ്രത്യേകതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനും അവരുടെ തിരുശേഷിപ്പിനുമൊക്കെയുള്ള പ്രത്യേകതകൾ അടക്കമുള്ള ഒരു പ്രത്യേകതയും ഒരു മുഅ്ജിസത്തും നിലനിൽക്കുന്നതല്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന ഈ പുതിയ വഹാബി വാദത്തെ തെളിയിക്കാൻ, അത് സ്ഥിരീകരിക്കാൻ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, അതിന്റെ നിങ്ങളുടെ കള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കും അവസരം തരുന്ന വിധത്തിൽ ഒരു തുറന്ന സംവാദത്തിന് ഈ പൊന്മള മുസ്ലിയാർ നാട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് റൂമിലോ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങളെ റൂമിലൊന്നും തിരക്കടില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് റൂമിലാവാം. അങ്ങനെ തയ്യാറുണ്ടോ? വേണമെങ്കിൽ ആ കിതാബ് തിരിയുന്ന എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കുന്ന അയാളും കൂട്ടിക്കോളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിങ്ങൾ ഇങ്ങനെ ദയനീയമായി പരാജയപ്പെട്ട് സമസ്ത അരയ്യതയും സമസ്തയുടെ ആലിമീങ്ങളുടെ കറാമത്തും വെളിവാവുന്നത് കണ്ടപ്പോ അതിൽ വിഷമം പൂണ്ടുകൊണ്ട് അതിന്റെ മുന്നേ പോയ ചില ആളുകൾ നിങ്ങൾക്ക് ചിലത് ഒരു ചെറിയ മുടിക്കഷ്ണം കൊണ്ട് ഞങ്ങളിങ്ങനെ കൂട്ടിക്കെട്ടുന്ന സന്ദർഭത്തിൽ ഒരു പിടുത്തം കിട്ടാതെ അലയുന്ന സമയത്ത് ഇത്തരം ചില പോയിന്റുകൾ, ഒരിക്കലും നിലനിൽക്കാത്ത ചില പോയിന്റുകൾ ഇട്ടതാണ് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച, നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് സമസ്തക്ക് അങ്ങനെ ഒരു അജയ്യതയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച, അതിനു വേണ്ടി അവസാന വാക്ക് പറയാൻ, അങ്ങനൊക്കെ ചിലപ്പോ അവസാന വാക്ക് പറയുന്ന ആളായിട്ട് വരുന്ന ആളെ കൂട്ടാൻ പറ്റുമെങ്കിൽ അയാൾ കൂട്ടിക്കോളെ, ഒരു വിരോധമല്ല. ഈ കാര്യം തെളിയിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇസ്തിഖാമന്റെ മക്കൾ അതിന് തയ്യാറാണ് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ അറിയിക്കാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത്, അവരുടെ പ്രത്യേകതകൾ ഒന്നും നിലനിൽക്കില്ല, ഖുർആനല്ലാത്തൊന്നും നിലനിൽക്കില്ലാത്ര, തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇവര്. പിന്നെ ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിങ്ങനെ വന്നപ്പോ ഇതുകൊണ്ട് വല്ലാതെ കുടുങ്ങി എന്ന് കണ്ടപ്പോ എസ്ജീവിക്കാരൻ വന്നു. മൂപ്പര് ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മെനഞ്ഞു നോക്കി. പുതിയ ഒരു വ്യാഖ്യാനം നൽകി നോക്കി. മൂപ്പര് പറഞ്ഞത് ഉണ്ടാവില്ല എന്നൊന്നല്ല പറഞ്ഞത് എന്ന നിലക്ക് മൂപ്പര് ചോദിച്ചപ്പോ പറയാണ്, ഇതൊന്ന് കേൾപ്പിച്ചൂടെ നൂർ ഫൈസി? എസ്ജീവിക്കാരൻ പറഞ്ഞ ഭാഗം ഒന്ന് കേൾപ്പിക്കണോ? സമയമുണ്ടോ? കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അതെ, ഒന്ന് കേൾപ്പിക്കാം. അയാൾ എന്താ പറഞ്ഞതെന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. വേഗം മൈക്ക് എടുക്കിട്ടോ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്ലം കൊടുവള്ളിന്റെ കൊണ്ടല്ലേ കേൾവിക്കാരന്റെ വെല്ലുവിളി? കേൾവിക്കാരൻ തന്നെ അസ്ലം നേരത്തെ അപ്ലൈ ചെയ്തപ്പോ അടുത്ത ശബ്ദം ഉണ്ടായില്ല. ഇപ്പൊ ശ്രദ്ധിക്കണം, ആ ഭാഗം മാത്രം കേൾപ്പിച്ചാൽ മതി. അയാളുടെ വെല്ലുവിളി മാത്രം കേൾപ്പിച്ചാൽ മതി, അല്ലാതെ അതിന്റെ മുമ്പും ഒക്കെ പാടുന്നത് കേൾപ്പിക്കാൻ സമയമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അസ്ലം മൈക്കിലേക്ക് വരും. എ.പി. ഉസ്താദിന്റെ വാദത്തിന്റെ കൂടെയാണോ അല്ലെങ്കിൽ പൊന്മള ഉസ്താദിന്റെ വാദമാണോ അംഗീകരിക്കുന്നത്? ഷേറ മുബാറക് കത്തിച്ചാൽ കത്തുമോ ഇല്ലയോ?
അതാണെന്നുണ്ടെങ്കിൽ അസ്ലം കൊണ്ടുപോകല്ലേ ഇതിനൊക്കെ എത്ര ഇടങ്ങേറുണ്ടായിരുന്ന അത് രണ്ടിന്റെയും കൂടെയാണ് ഞങ്ങള്. അങ്ങക്ക് തിരിയാത്തതിന് എന്താ ചെയ്യാ, രണ്ടിന്റെയും കൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മൗജിസത്ത് നിലനിൽക്കില്ല എന്ന് കുമ്മോൾ ഉസ്താദ് ഉറപ്പിച്ചു പറയുന്നു. ഇനി ഉണ്ടെന്ന് തെളിയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതും കുമ്മോൾ ഉസ്താദ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരി, അതാണ്. അത് നിങ്ങൾ പറഞ്ഞോളൂ, അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. അത് ശരി, അത് നിങ്ങളെ കൂടെ നിങ്ങളിതിന് തിരിച്ചുവിടുന്ന ആളുകളെയും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് കേട്ടാ. ശരി, നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നാൽ ഇപ്പൊ തന്നെ തീർന്നോട്ടെ. ഇനി എന്തിനാ ഞങ്ങളിപ്പോ വെല്ലുവിളിയും സമയം നിശ്ചയിക്കുകയൊക്കെ ചെയ്യണത്? അത് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ കേട്ടാ. അതുകൊണ്ടാ കുമ്മോൾ ഉസ്താദ് പറഞ്ഞത്, പൊന്മള ഉസ്താദ് പറഞ്ഞത് വിരുദ്ധമായിട്ട് ഇമാമിങ്ങളുടെ വല്ല ഉദ്ധരണിയും വല്ല ഇബാറത്തും കൊണ്ടുവരാൻ ചേളാരി വിഭാഗത്തിലുള്ള മുഴുവൻ അതിന്റെ താഴെ തല തൊട്ട് അതിന്റെ മേലെ തല വരെയുള്ള മുഴുവൻ പേരും ഒത്തുചേർന്നാൽ പോലും സാധ്യമല്ല. മനസ്സിലായെങ്കിൽ അപ്പൊ ഞങ്ങളുടെ താഴെ തല തൊട്ട് അതിന്റെ മേലെ തല വരെയുള്ള മുഴുവൻ പേരും ഒത്തുചേർന്നാൽ പോലും സാധ്യമല്ല. മനസ്സിലായെങ്കിൽ അവിടെ അതല്ല പറഞ്ഞത് അല്ലേ, വേറെ കുറച്ചും കൂടി ഭാഗങ്ങളില്ലേ അവിടെ അസ്ലാം കൂടി അല്ലേ, എന്തൊരു ഇസ്തിലാഹ മറ്റെന്താ അങ്ങനൊക്കെ എന്താ പറഞ്ഞില്ലേ? അസ്ലാം കൂടി വിളി അതില്ലേ, അസ്ലാം കൂടി വിളി അതില്ലേ, ആ ഭാഗമില്ലേ? ആ ഭാഗം കേൾപ്പിക്കും. ആ ഭാഗം ഉണ്ടെങ്കിൽ റൈസൈൻ ചെയ്യുക. അസ്ലം ആ ഭാഗം ഉണ്ടെങ്കിൽ റൈസൈൻ ചെയ്യുക. ഉസ്താദ് അത് ഒരുപാടുണ്ട്, അതുകൊണ്ട് അത് ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ തുടക്കം മാത്രം കുറച്ചുകൂടി വെക്കാം. നിങ്ങളോട് നിങ്ങൾ എന്താണ് എന്തിനാ വെല്ലുവിളിച്ചത് അതൊന്നും പറഞ്ഞോളൂ. പിന്നെ കുമ്മോൾ ഉസ്താദ് എന്താ എന്തിനാ വെല്ലുവിളിച്ചത് എന്നുള്ളത് ഞാൻ മൈക്ക് കൂട്ടും. ഇനി അടുത്ത കളവുമായിട്ട് നിങ്ങൾ വരണ്ട. അന്നം തിന്നുന്ന ആരും പച്ചങ്കള്ളം പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കില്ല, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ. അതിലേറെ രസം നിങ്ങൾ ചർച്ച ഇത്രയും വളരെ പ്രയാസപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ചർച്ച പോകട്ടെ. ഞാൻ ചോദ്യത്തിലേക്ക് കടന്നു വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് നിലനിൽക്കില്ല എന്ന് കുമ്മോൾ ഉസ്താദ് ഉറപ്പിച്ചു പറയുന്നു. ഇനി ഉണ്ടെന്ന് തെളിയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതും കുമ്മോൾ ഉസ്താദ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരി, അതാണ്. അത് നിങ്ങൾ പറഞ്ഞോളൂ, അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. അത് ശരി, അത് നിങ്ങളെ കൂടെ നിങ്ങളിതിന് തിരിച്ചുവിടുന്ന ആളുകളെയും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് കേട്ടാ. ശരി, നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നാൽ ഇപ്പൊ തന്നെ തീർന്നോട്ടെ. ഇനി എന്തിനാ ഞങ്ങളിപ്പോ വെല്ലുവിളിയും സമയം നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ കേട്ടാ, നാളേക്ക് വെക്കണ്ട. എന്തിനാണ് മൗജിസത്ത് എന്ന് സാങ്കേതികമായി ഇസ്ലാമിൽ പറയുന്നത്? മൈക്കെടുത്തോളൂ, പറഞ്ഞോളൂ. ഇസ്ലാമില് സാങ്കേതികമായിട്ട് ഇസ്തിലാഹില് മൗജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്കെടുത്ത് അസ്ലം പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നില്ലെങ്കിൽ SK റൂമിൽ ഏത് തലയെക്കെട്ടുകാരനുണ്ടെങ്കിലും വാഴ പിടിച്ചോട് കൊണ്ടുവന്നോളൂ. ഇപ്പൊ തന്നെ നമുക്ക് ആ സംഭാവന നടത്തി കളയാം. എന്താണ്? അതെ, അതങ്ങനെ തന്നെ. സാങ്കേതികമായ അർത്ഥത്തിലുള്ള മൗജിസത്ത് നിലനിൽക്കുന്ന കുമ്മോൾ ഉസ്താദ് മാത്രമല്ല, അഹ്ലു സുന്നത്തുൽ വൽ ജമാഅത്തിന്റെ വിശ്വാസമാണത്. മൗജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാങ്കേതികമായി മനസ്സിലാക്കാത്ത മണ്ടന്മാരെ അത് തെറ്റാണെന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, വഹാബിനോട് ചോദിക്കുന്നത് പോലെ ഈ വിവരമില്ലാത്തവരോട് ഞങ്ങൾക്കത് ചോദിക്കേണ്ടി വന്നതാണ്. തർക്കമില്ലാത്ത ഒന്നാണല്ലോ. തർക്കമില്ലാത്ത ഒന്നാണല്ലോ ഇപ്പോ ആര് ജമാഅത്തെ ഇസ്ലാമിക്കാർ നിഷേധിക്കും. ഓക്കെ, ഇതിന് മുമ്പൊരു ഒളിച്ചുകളി നടത്തുക. നിങ്ങൾ ആദ്യത്തെ ക്ലിപ്പും കേട്ടു. ആദ്യത്തെ ക്ലിപ്പിൽ പറയുന്നത് സാങ്കേതികമായ മൗജിസത്ത് അല്ലാത്ത മൗജിസത്ത് ഒന്നും അവിടെ പറയുന്നില്ല. അവിടെ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഷഹറ മുബാറക്ക് എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള മുടിയെ സംബന്ധിച്ചാണ് ചർച്ച.
നിങ്ങൾ പറയുന്ന ആ വ്യാജമൊഴി, അവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കത്തിച്ചാൽ കത്തില്ലെന്ന് ആ ചങ്ങായി പറഞ്ഞിട്ടുണ്ട്, വലിയ മൗലാളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫാത്തിഹ ഓതി കത്തിച്ചു നോക്കി, അപ്പൊ നന്നായി കത്തിപ്പോയി. അപ്പോ ഇയാള് പറയാം, ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനിപ്പോ ഇയാൾ കൊടുക്കുന്ന വ്യാഖ്യാനം, എന്നിട്ട് പിന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് മുഅ്ജിസത്തുകളൊന്നും നിലനിൽക്കില്ല വഫാത്തിന് ശേഷം. അപ്പോ ഇയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് അങ്ങനെ മുഅ്ജിസത്ത് നിലനിൽക്കുമെന്നാണ്, അത് നിലനിൽക്കുകയില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മരമണ്ടൂസ് എന്നുള്ള പ്രയോഗം ആദ്യം ആരെ നേരത്തേക്കാ പോണത്? ആദ്യം ആരാടോ മരമണ്ടൂസ്? ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, മുഅ്ജിസത്തുകൾ വഫാത്തിന്റെ ശേഷം നിലനിൽക്കുക. അപ്പൊ മുഅ്ജിസത്ത് വഫാത്തിന്റെ ശേഷം നിലനിൽക്കുന്നുണ്ട് എന്ന് വലിയ മുതലാളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. വലിയ മുതലാളി മരമണ്ടൂസൻ എന്ന് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് വേണ്ടിയിരുന്നു അങ്ങ്. സംഗതി ശരിയാണ്. സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഇത്തരം പൊട്ടപ്പോയത്തങ്ങൾ പറയുമ്പോ ഒരു മുഅ്ജിസത്ത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് എന്ന് പറയില്ല എന്നാണ് അർത്ഥം. ശേഷമുള്ളതിന് സാങ്കേതികാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയില്ല എന്നാണ് അർത്ഥം. പിന്നെ നിങ്ങളുടെ സൈറ്റിലൊക്കെ ഫൽ മുഅ്ജിസാത്തുൽ മുസ്തഫവിയ്യത്തുൽ ഖാലിദത്തു, വഫാത്തിന് ശേഷവും നിലനിൽക്കുന്ന മുഅ്ജിസത്തുകൾ എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാ? പൊന്മള തന്നെ തന്റെ ഫതാവയിലും അയാൾ കൊടുത്ത ഫത്വയിലും പഠനങ്ങൾ എന്ന പുസ്തകത്തിലും ഒക്കെ വഫാത്തിന് ശേഷം അംബിയാഇന്റെ മുഅ്ജിസത്ത് നിലനിൽക്കും, അംബിയാഇന്റെ മുഅ്ജിസത്ത്, ഔലിയാഇന്റെ കറാമത്ത്, അതുകൊണ്ട് സഹായം കിട്ടും, അത് മുഅ്ജിസത്ത് നിലനിൽക്കും എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാ? പിന്നെ ഏതാണ് അതിന്റെ അടിസ്ഥാനം? പൊന്മളിയും പറയുന്നു, നിങ്ങളുടെ എല്ലാ ബുക്കുകളിലും കാണുന്നു, നിങ്ങളുടെ സൈറ്റുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. നിങ്ങൾ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ഗണനങ്ങൾ, അതല്ലെങ്കിൽ മുഖാമുഖങ്ങൾ, അതിലൊക്കെ നിങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നു അംബിയാക്കൾ ഔലിയാക്കൾ മുഅ്ജിസത്ത്, അംബിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ കറാമത്ത് കൊണ്ടും സഹായിക്കും എന്ന്. ഇത് ഏത് വർത്താനാ പിന്നെ പറഞ്ഞത്? ഏതടിസ്ഥാനത്തിലാ? ഒന്നാമത്തത് പൊന്മള അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പൊന്മള അവിടെ പറയുന്നത് ശേഷമുള്ളതൊന്നും നിലനിൽക്കില്ല. അത് ഈ ചോദ്യത്തിന്റെ മറുപടിയിലാണ്. എന്നിട്ട് ശേഷമുള്ളതിന് ഇസ്തിലാഹിൽ പറയുള്ളൂ, അല്ലാതിന് പറയില്ല എന്നാണ് പറഞ്ഞത്. സംഭവിക്കില്ല എന്നല്ല, നിലനിൽക്കില്ല എന്നൊന്നുമല്ല. നിലനിൽക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത്, പറയില്ല എന്നല്ല. നിലനിൽക്കില്ല എന്നാ പറഞ്ഞത്, പറയില്ല എന്നല്ലടോ പറഞ്ഞത്. അവിടെ നിലനിൽക്കില്ല. ശേഷമുള്ളതിന് മുഅ്ജിസത്ത് പറയില്ല എന്നല്ല അവിടെ പറഞ്ഞത്, ശേഷം നിലനിൽക്കില്ല എന്നാ പറഞ്ഞത്. ശേഷം ഒന്നും ഉണ്ടാവില്ല, ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല, വഫാത്തിന്റെ ശേഷം അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഖുർആൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. എന്നിട്ട് ഈ ജാതി പൊന്മള പോലും ഞെട്ടിയിട്ടുണ്ടാവും. അയാ ബുക്കിൽ തന്നെ എത്ര സ്ഥലത്തുണ്ട്? ഞാൻ വായിക്കണോ? നിഷേധിക്കണേ, അപ്പൊ വായിക്കാം നമുക്ക്. എത്ര സ്ഥലങ്ങളിലുണ്ട്? പല സ്ഥലങ്ങളിലും കാണാം. എല്ലാവരും അംഗീകരിക്കുന്ന. ഇനി അത് നിങ്ങളത് തെളിവാക്കണ്ട, നമുക്ക് ഞങ്ങളുടെ ഇമാമിങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞുതരാം. മൂപ്പര് എന്നിട്ടൊരു സാങ്കേതിക വെച്ചൊന്ന് കളിച്ചു നോക്കാന്ന് വിചാരിച്ചതാ. ഇനി സാങ്കേതികമായിട്ടുണ്ട് പോവാ, അപ്പൊ നമ്മൾ പറഞ്ഞുതരാം. കിതാബ് തിരിയുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലെന്ന് അപ്പൊ നമുക്ക് തിരിയും. എന്താണ് ആ പറഞ്ഞതിലെ അർത്ഥം എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കി തരും. എന്താണ് സാങ്കേതിക മുഅ്ജിസത്ത് എന്ന്. എന്നാൽ അഇമ്മത്ത് മുഴുവനും പറഞ്ഞത്, നമ്മുടെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, എത്രയോ ഇബാറത്തുകൾ ഞാൻ ഉദ്ധരിച്ചു. അതിലൊക്കെ ശേഷം സംഭവിക്കുന്നത് എത്രത്തോളം അംബിയാക്കളുടെ സിദ്ഖ് വെളിവാകുന്ന വിധത്തിൽ ഔലിയായിൽ നിന്നുണ്ടാകുന്ന മുഅ്ജിസത്ത്, അത്ഭുതങ്ങൾ പോലും ഖവാരിഖുകൾ പോലും ആ നബിയുടെ മുഅ്ജിസത്താകുന്നു എന്ന് എത്ര ഇബാറത്ത് വേണം നിങ്ങൾക്ക്? ഒരു ഇബാറത്തല്ല, എത്ര ഇബാറത്ത് വേണം? നിങ്ങളുടെ സൈറ്റിലെ ഇബാറത്തിൽ തന്നെ ഫൽ മുഅ്ജിസാത്തുൽ മുസ്തഫവിയ്യത്തുൽ ഖാലിദ ബഅദ വഫാത്തി അതെന്നെ കാണാം. പിന്നെ വമുഅ്ജിസത്തുഹു ബാഖിയത്തുൻ എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അയിമ്മത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് മനസ്സിലാക്കി തരാം. ഒരു ഉദാഹരണം, ഒറ്റ വാക്ക് നിങ്ങൾ കേട്ടോ. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം തന്റെ ഹംസിയിൽ പറയുന്നുണ്ട്,
വലക്കൽ ഉമ്മത്ത് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് ഫൻഖലത്ത് ആയുൽ അംബിയാഇ വആയാതുക ഫിന്നാസി മാ ലഹുന്ന ഇൻഖിളാഉ വൽകറാമാതു മിൻഹും മുഅ്ജിസാതു ഹസഹാ മിൻ തുറാസികൽ ഔലിയാഉ ഇന്ന മിൻ മുഅ്ജിസാതിക അൽ അജ്സ അൻ വസ്ഫിക ഇദ് ലാ യഹ്ദുഹുൽ ഇഹ്സാഉ. മറ്റുള്ള അമ്പിയാക്കള് അവരുടെ ദഅവത്ത് കാലാഹരണപ്പെട്ടു, അതുകൊണ്ട് തങ്ങളതാണെങ്കിൽ എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് അവരുടെ ആയത്തുകൾ മുഅ്ജിസത്തുകളൊക്കെ കഴിഞ്ഞുപോയി, ഇൻഖിറാലായിപ്പോയി. എന്നാൽ തങ്ങളുടെ മുഅ്ജിസത്തുകൾ അതിന് അവസാനമില്ല. മാലഹുന്ന ഇൻഖിലാഉ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വൽ കറാമാതു മിൻഹും, അവരിൽ നിന്നുള്ള കറാമാത്തുകൾ മുഅ്ജിസാത്തുൻ, അതൊക്കെ മുഅ്ജിസാത്തുകളാണ്. തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ പോലും മുഅ്ജിസത്തുകളാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ ഔലിയായിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ പോലും കറാമാത്തുകൾ പോലും തങ്ങളുടെ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിലാണ്. ശേഷമുള്ളതിന് കറാമത്ത് എന്ന് പറയോ? ശേഷം റസൂലിലൂടെ വെളിവാകുന്നത് പോലും ആവണ്ട, റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് വെളിവാകുന്നതിന് പോലും പിന്നെ ഇത് മുഅ്ജിസത്ത് എന്ന് പറയും എന്നാണ് ഈ പറഞ്ഞത്. ഇനി അതിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാ പറഞ്ഞതും കൂടി ഒന്ന് കേട്ടോളൂ. ഫൻഖറലത് ഐ ഫബിസബബി അന്ന ഫീ ഉമ്മതിക വാരിസി ഹദീക ഇൻഖലത് ആയുൽ അംബിയാഇ ഐ മുഅ്ജിസാതുഹും ലിൻതിസാഖി ശറാഇഇഹിം ബിമൗതിഹിം വആയാതുക ഐ മുഅ്ജിസാതുക ഫിന്നാസി ما لهن انقضاء إذ في كل حين يقع لخواص أمتك من خوارق العادات ما يدل على تعظيم قدرك الكريم مما لا يحصى. തങ്ങളുടെ നുബുവത്ത് എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് തങ്ങളുടെ മുഅ്ജിസത്ത് ഒരിക്കലും അവസാനിക്കുകയില്ല. തങ്ങളുടെ മുഅ്ജിസത്ത് എന്നും നിലനിൽക്കും. തങ്ങളുടെ വാരിസീങ്ങളായ ഔലിയാക്കളിൽ നിന്നുണ്ടാവുന്ന കറാമത്തുകൾ അതൊക്കെ മുഅ്ജിസത്തുകളാകുന്നു എന്ന് പറഞ്ഞിട്ട് വൽ കറാമാതു മിൻഹും മുഅ്ജിസാതു എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഖൗലുഹു മുഅ്ജിസാത്തുൻ ഐ ലിഅന്ന കുല്ലം മിൻഹുമാ അംറുൻ ഖാരിഖുൻ ലിൽ ആദ വഇന്നമാ യഫ്തരിഖനി ഫി തഹദ്ദി വഅദമി ലകിന്നഹാ ഈ കറാമാത്തുകൾ ഫിൽ ഹഖീഖത്തി യഥാർത്ഥത്തിൽ തന്നെ മുഅ്ജിസാത്തുൻ ലക തങ്ങൾക്കുള്ള മുഅ്ജിസത്താകുന്നു. കാരണം അതിൽ എന്തുണ്ട്? റസൂലുള്ളാഹിയുടെ നുബുവത്ത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഇഅ്തിബാറുണ്ട്. ആ ഇഅ്തിബാറിൽ അതിനോട് തഹദ്ദിയുടെ ഇഖ്തിറാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെയും മുഅ്ജിസത്തുകൾ ആകുന്നു. അതൊക്കെ തന്നെ മുഅ്ജിസത്താകുന്നു. ഇതുപോലത്തെ എത്ര ഇബാറത്ത് വേണം? ഇനി നിങ്ങൾ നോക്ക്. ومنها ما يظهر من كرامات أحد من أمته بناء على أن كرامات أولياء أمة كل نبي معجزات له وهو الحق. പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം റംലി لأن معجزات الأنبياء وكرامات الأولياء لا تنقطع بموتهم. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത് അതൊന്നും അവരുടെ വഫാത്ത് കൊണ്ട്, മരണം കൊണ്ട് മുറിഞ്ഞു പോകുന്നില്ല, അവസാനിക്കുന്നില്ല. അതൊക്കെ നിലനിൽക്കും. ഇതുപോലത്തെ ഒരുപാട് ഇബാറത്ത്, ഒരു ഇബാറത്തല്ലേ ഇവിടെ ഉള്ളൂ, ഒരുപാട് ഇബാറത്ത് പറഞ്ഞു. അഥവാ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംബിയായിൽ നിന്നുണ്ടാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം അവരുടെ വഫാത്തിന് ശേഷം അവരിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നതും അതുപോലെ അവരുടെ വാരിസീങ്ങളായ ഉമ്മത്തിൽ നിന്ന് ഔലിയായിൽ നിന്നുണ്ടാകുന്നതിനൊക്കെ മുഅ്ജിസത്ത് എന്ന് മഹാന്മാരായ ഉലമാ പ്രയോഗിച്ചത് ഇവിടെ കണ്ടു. പക്ഷേ ഇതിവിടെ വിശദീകരിക്കേണ്ട ഒരു വിഷയമേ പൊന്മളയുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല. പക്ഷെ ഇനി ഇങ്ങനൊരു പുതിയ വാദം നിങ്ങൾ വരുന്നു, അങ്ങനെ മുഅ്ജിസത്ത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെയും നിങ്ങൾ എഴുതി വെച്ചതിന്റെയും പൊന്മളയടക്കം എഴുതി വെച്ചതിന്റെയും നിങ്ങളുടെ എല്ലാ ഉലമാ ആലിമീങ്ങളും എഴുതി വെച്ചതിന്റെയും ഒക്കെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ലൗഹിയാണെന്ന് നിങ്ങൾ പറയോ? പറയാൻ ധൈര്യം ഉണ്ടെന്ന് പറയ്, അപ്പൊ കാണാം നമുക്ക്. മുഅ്ജിസത്ത് എന്ന് അവിടെ പറഞ്ഞത് ലോവിയാണോ മറ്റോ നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ STV-ക്കാരാവെന്ന് പറയ്, അപ്പൊ നമ്മൾ പറഞ്ഞു തരാം. മുഅ്ജിസത്തിന്റെ അർത്ഥം മനസ്സിലായോ?
നിങ്ങൾ എഴുതി വെച്ചു, അഇമ്മത്ത് എഴുതി വെച്ചു, ഉലമാ എഴുതി വെച്ചു, ഒരുപാട് പണ്ഡിതന്മാർ എഴുതി വെച്ചു. അവരുടെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ അതിന് മുഅ്ജിസത്ത് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. മുഅ്ജിസത്തിന് താരീഫ് പറഞ്ഞതിനെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞതിനെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, പൊന്മള അങ്ങനെ അതിന് ശേഷം മുഅ്ജിസത്ത് പറയില്ല എന്നല്ല പറഞ്ഞത്. ഏത് ചെവി കേൾക്കുന്നവർക്കും അത് തിരിയുന്നതാണ്. അത് നിലനിൽക്കില്ല എന്നാ പറഞ്ഞത്. അതൊന്നും നിലനിൽക്കില്ല എന്ന്. മുഅ്ജിസത്തുകളൊന്നും നിലനിൽക്കില്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പറയില്ല അതിന്റെ അർത്ഥം. ആർക്കാ അതങ്ങനെ മനസ്സിലാവല്? ആരെയാണ് നിങ്ങൾ ഈ പൊട്ടന്മാരാക്കുന്നത്? ഇതൊക്കെ മനുഷ്യന്മാര് കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് സങ്കടം. നിങ്ങൾ എന്ത് പൊട്ടപ്പോയത്തെ പറഞ്ഞോളൂ, നിങ്ങൾ സുന്നി എന്നൊന്ന് ഒഴിവാക്കി തന്നാ മതി. സുന്നത്ത് ജമാഅത്തിന്റെ പേര് ഈ ജാതി പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞിട്ട് ശത്രുക്കളെ ചിരിപ്പിക്കുന്ന, അവർ നമ്മളെ പരിഹസിക്കുന്ന, സുന്നികളെ പരിഹസിക്കുന്ന ഈ അവസ്ഥ, അതിൽ നിന്നൊന്നും രക്ഷിക്കണം നിങ്ങൾ ദയവ് ചെയ്തിട്ട്. എന്ത് പൊട്ടത്തരം നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇമ്മത്ത് ഉലമാ അവരുടെ കിതാബുകളിൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞല്ലോ, പലയിടത്തും പറഞ്ഞു. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എങ്കിൽ അതിന്റെ അർത്ഥം ഏത് അർത്ഥത്തിലാണ് അവർ പറഞ്ഞത് എന്നൊന്ന് തെളിയിക്കാൻ, അതൊന്ന് നേരിട്ടിട്ട് തന്നെ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് റൂം തുറന്നിട്ടോ മറ്റോ നേരിട്ട് നമുക്കൊന്ന് ഇരിക്കണമെങ്കിൽ അതിനും ഇരിക്കാൻ KICR മക്കൾ തയ്യാറുണ്ട് എന്ന് STV-ക്കാരോട് അറിയിക്കാനും ഞാൻ മറക്കുന്നില്ല. അതുകൊണ്ട് ഈ ജാതി കളികളെ കൊണ്ടൊന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഈ കളിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. സമൂഹം നിങ്ങളുടെ യാഥാർത്ഥ്യം, നിങ്ങളുടെ ചീഞ്ഞു നാറുന്ന ആ അന്തർനാടകങ്ങളെല്ലാം, ആ ഉള്ളിലെ എല്ലാ നാറ്റങ്ങളും സമൂഹ മധ്യത്തിൽ വമിച്ചുകൊണ്ടിരിക്കുന്നു, നാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾ കൂടുതൽ പരിഹാസ്യരാവാൻ നിൽക്കാതെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കളിച്ച ഈ കളിക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തിയും കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ആലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ആലിമീങ്ങൾക്ക് എല്ലാവരും ഇവിടെ ഉണ്ട്, ആവശ്യമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. വിഷയം സംബന്ധിയായി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, മാന്യമായി ചോദിക്കാം. മാന്യമായി ചോദിച്ചാൽ മാന്യമായി അതിന് മറുപടിയും കിട്ടും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട്, പക്ഷവാദം ഒഴിവാക്കിക്കൊണ്ട്, എന്റെ സംസാരത്തിൽ ഞാൻ വളരെ കർക്കശമായ സ്വരത്തിലാണ് സംസാരിച്ചത്. ശരിയാണ്, അങ്ങനെ തന്നെ സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് കളിക്കുന്ന, പരസ്യമായി പറഞ്ഞത് മാറ്റിപ്പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ് ഒരു തരം തോന്നിവാസം കളിക്കുന്നത് ഞങ്ങളൊക്കെ കാണുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേരിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് വിഷമിക്കുകയാണ്, വല്ലാത്ത ദുഃഖം അനുഭവപ്പെടുകയാണ്. ഈ തലയെക്കെട്ട് കെട്ടിയിട്ടാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ ഷിആറാകുന്ന ആ ഷിആർ അണിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽമാൻ റുഷ്ദിയും അത് നസ്രീനെയും ഒക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാവാത്ത ഒരു ഗൈറത്ത് ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാ പരുഷ സ്വഭാവം തോന്നിയെങ്കിൽ അത് സ്വാഭാവികമാണ്. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നില്ല. അത് ഈ വിഷയത്തിൽ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.